Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും SK ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ചെറുതായിട്ട് ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു. ഒരു ഫുഡ് പോയിസൺ ഒക്കെ അടിച്ച് കുറച്ച് ദിവസം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഒന്നും അധികം ചെയ്യാണ്ടിരുന്നത്. നമുക്ക് മാർക്കറ്റിലോട്ട് വരികയാണെങ്കിൽ ഇന്ന് നിഫ്റ്റി ഒരു മൈനസ് ക്ലോസിംഗ് ആണ് എനിക്ക് മിക്കവാറും തോന്നിയിരുന്നത്. ഇന്ന് നല്ലൊരു ഓപ്പണിംഗ് കിട്ടിയ നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ്. അപ്പോൾ ആ ഒരു സമയത്ത് നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നതാവാനാണ് സാധ്യത. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇപ്പോൾ നിഫ്റ്റി ആ ഒരു ഓൾ ടൈം ഹൈയും അവിടെ നിന്നൊരു സെല്ലിങ്ങും വരുന്നുണ്ട്. നമുക്കറിയില്ല ആ റേഞ്ച് സസ്റ്റെയിൻ ചെയ്യുമോ എന്നുള്ളത്. മിക്കവാറും നമ്മൾക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ താഴെ ഒരു ട്രെൻഡ് ലൈൻ വരഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മിക്കവാറും ഇവിടുന്ന് 2 പ്രാവശ്യം ഇവിടുന്ന് മേലോട്ട് പോയി നമ്മുടെ ഏകദേശം ഓൾ ടൈം ഹൈൻ്റെ അടുത്ത് തന്നെ വീണ്ടും ഒരു റിവേഴ്സിൽ വന്നു. വീണ്ടും ആ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തിട്ട് വീണ്ടും താഴത്തോട്ട് വന്നു. വീണ്ടും ഇവിടുന്ന് ഒരു നല്ലൊരു മൂവ്മെൻറ്റ്, ഒരു ദിവസം തന്നെ നല്ലൊരു മൂവ്മെൻറ്റ് തന്നു. വീണ്ടും ചെറിയൊരു സെല്ലിങ് വന്നു. ചിലപ്പോൾ ഇവിടുന്നൊരു ചെറുതായിട്ട് ഈ റേഞ്ചിൻ്റെ അടുത്തൊക്കെ വന്നിട്ട് വീണ്ടും നല്ലൊരു മൂവ്മെൻറ്റ് തരാനാണ് നിഫ്റ്റിയിൽ സാധ്യത. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. നിഫ്റ്റിയുടെ ചാർട്ടൊക്കെ നോക്കിയിട്ടൊന്നും വലിയൊരു നെഗറ്റിവിറ്റി ഒന്നും കാണുന്നില്ല. പൊതുവേ നമ്മുടെ ഓൾ ടൈം ഹൈ എന്നൊക്കെ ചെറിയൊരു സെല്ലിംഗ് പ്രഷർ വരാറുണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ളൊരു സെല്ലിംഗ് ആവാനാണ് സാധ്യത. കാരണം ഇപ്പോൾ GDP ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പോസിറ്റീവ് ന്യൂസുകളാണ്. അതുപോലെ ഇന്ത്യ അമേരിക്ക ട്രേഡ് ഡീലിൻ്റെയും സംസാരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതും ചെറുതായിട്ടൊരു പോസിറ്റീവായിട്ട് തന്നെയാണ് മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ മിക്കവാറും ചിലപ്പോൾ ഇന്നൊരു നല്ലൊരു ഹൈ ഓപ്പണിംഗ് കിട്ടിയപ്പോൾ ആളുകൾ ഒരുപാട് പേര് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആവാനാണ് സാധ്യത. അപ്പോൾ മിക്കവാറും നാളെയൊക്കെ നമുക്ക് ഇതേ റേഞ്ചിൽ തന്നെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നിഫ്റ്റി മേലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ നേരെ ഓപ്പോസിറ്റാണ് സ്മോൾ ക്യാപ്പ് ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തെങ്കിലും നമ്മുടെ നിഫ്റ്റി ഒക്കെ ഓൾ ടൈം ഹൈ അടിച്ച് നിൽക്കുന്ന സമയത്ത് സ്മോൾ ക്യാപ്പ് കടന്നിട്ട് ഒരു മൂവ്മെൻ്റ് ഇല്ലാത്ത ഒരു ഇതാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രെൻഡ് ലൈൻ വരച്ച് നമ്മൾ പറഞ്ഞത് ഇവിടുന്ന് റിവേഴ്സിൽ വരുന്നുള്ളത് അത് ശരിക്കും ബ്രേക്ക് ചെയ്ത് പിന്നെ മേലോട്ട് പോയി അതിനുശേഷം വീണ്ടും അതേ റേഞ്ചിൽ തന്നെയാണ് ഇപ്പോഴും സ്മോൾ ക്യാപ്പ് നിൽക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ അവസാനത്തെ ഒരു ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 17,687 ആ റേഞ്ചാണ്. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും ഈ റേഞ്ചിലോട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. ഒരു 17,500 റേഞ്ചിലോട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാൻ. നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ള ഇൻഡെക്സുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ സ്മോൾ ക്യാപ്പാണ് ഏറ്റവും വീക്കായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്റ്റോക്ക് നമുക്ക് നാളത്തേക്ക് നോക്കാം. നമുക്കൊരു ബൈസിൽ റെക്കമെൻഡേഷൻ അല്ല, ഫുള്ളി എഡ്യൂക്കേഷൻ പർപ്പസിനാണ് വീഡിയോ. അപ്പോൾ നമ്മളൊരു സ്റ്റോക്ക് നമ്മൾ കാണാൻ പോകുന്നത് വേദാന്ത ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു സ്റ്റോക്കാണ്. ഇന്നൊരു 1% മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഓക്കെ, നമുക്കിതിൻ്റെ ഒരു നല്ലൊരു ബ്രേക്ക് ഔട്ട് റേഞ്ചിലാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഉള്ളത്. ഒരുപാട് നാളത്തെ ഒരു റെസിസ്റ്റൻസ് ഏരിയയാണ്. കൂടാതെ നമുക്കൊരു മന്ത്ലി ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ അറിയാം, ആണല്ലേ ഈ റേഞ്ച് ഇവിടുന്ന് നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്ന ഒരു സ്റ്റോക്കാണ്. ഇപ്പോൾ ഏകദേശം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എത്ര വർഷത്തെ റേഞ്ചാണ് ബ്രേക്ക് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ 2010 ശേഷം വരുന്ന ഒരു ബ്രേക്ക് ഔട്ടാണ്. അപ്പോൾ ഏകദേശം ഒരു 15 വർഷത്തിന് ശേഷമുള്ള ഒരു ബ്രേക്ക് ഔട്ടാണ് ഈ ഒരു സ്റ്റോക്കിൽ വരുന്നത്. അപ്പോൾ ആ ഒരു ബ്രേക്ക് ഔട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ റേഞ്ചിൻ്റെ മുകളിലാണ് നമ്മൾ ബൈ ചെയ്യാൻ പോകുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്നത്തെ ദിവസം തന്നെ ആ റേഞ്ചിൻ്റെ മുകളിലാണ് നമുക്ക് ഒരു ക്ലോസിങ് തന്നിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു പോസിറ്റീവ് ക്ലോസിംഗ് ആണത്. ഇപ്പോൾ ഷോർട്ട് ടൈമിലേക്കൊക്കെ എൻട്രി എടുക്കുന്നവർ, ഞാനിതിൻ്റെ റിമൂവ് ചെയ്യാം. ഷോർട്ട് ടൈമിലേക്ക് എൻട്രി എടുക്കുന്നവർ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഈ ഒരു സ്റ്റോപ്പ് ലോസ് ഇതുണ്ട്, ഈ ഒരു താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം. ഒരു 517 റേഞ്ച് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നോക്കാം. അപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു എൻട്രി നോക്കാവുന്നതാണ്. ഷോർട്ട് ടൈമിലേക്കാണ് നമ്മൾ ഈ ഒരു ട്രേഡ് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ടാർഗറ്റായിട്ടൊരു 560 നമുക്ക് ടാർഗറ്റ് വയ്ക്കാം. 560 നമുക്ക് ടാർഗറ്റ് വെച്ചിട്ട് നമുക്കൊരു ഷോർട്ട് ടൈമിലേക്ക് ഈ ഒരു സ്റ്റോക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ അതല്ല നിങ്ങൾക്കൊരു മിഡ് ടൈമിലേക്കാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ, മിഡ് ടൈമിലേക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്വിങ് ലോൻ്റെ താഴെ വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഈ റേഞ്ചിന് താഴെ നമുക്ക് ഉണ്ടോ, ഈ റേഞ്ചിൽ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് കുറച്ച് വലിയ ഒരു ടാർഗറ്റ് നമുക്ക് ഇതിലേക്ക് വെക്കാവുന്നതാണ്. കാരണം ഇപ്പോൾ ഏകദേശം ഈ റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഒരു ലോസ് എന്ന് പറഞ്ഞാൽ 8% ആണ് ആ ഒരു വലിയ ഒരു ലോസ് വയ്ക്കാം. അപ്പോൾ നമുക്കൊരു 16% റിട്ടേൺ ഒക്കെ നമുക്ക് ഒരു 1:2 ഒക്കെ നമുക്ക് ഇതിലേക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ 1:2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 620 ഒക്കെ നമുക്ക് ഇതിലേക്ക് ഒരു ടാർഗറ്റായിട്ട് നമുക്ക് നോക്കാം. 620
ടാർഗറ്റായിട്ട് നമുക്ക് 620 വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാവുന്നതാണ്. ഞാൻ 620 ആക്കാം. അത് വരച്ചത് ശരിയായിട്ടില്ല. ഓക്കെ, അപ്പോൾ ഒരു മിഡ് ടൈമിലേക്ക് ആകുമ്പോൾ നമുക്ക് ഈ ഒരു ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് നമ്മൾ പറഞ്ഞ പോലെ ഒരു 490 വരുന്നത് സ്റ്റോപ്പ് ലോസ്. അപ്പോൾ നമുക്ക് ടാർഗറ്റും അതിനനുസരിച്ചിട്ട് വലിയ ടാർഗറ്റ് ആയിരിക്കും. അതല്ല ഷോർട്ട് ടൈമിലേക്കാണ് ഹോൾഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ സ്റ്റോപ്പ് ലോസ് 517 ടാർഗറ്റ് വരുന്നത് 560. അപ്പോൾ ഈ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു എൻട്രി നോക്കാവുന്നതാണ്. എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പേപ്പർ ട്രേഡ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. കൂടാതെ ഈ ഒരു സ്റ്റോക്കിന്റെ ഒരു മൾട്ടി ഇയർ ബ്രേക്ക് ഔട്ടും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ഗുണം ഉണ്ടാവും. മിക്കവാറും ഒരുപാട് നാളത്തെ റേഞ്ച് ബ്രേക്ക് ഔട്ട് നടക്കുമ്പോൾ സ്റ്റോക്കുകൾ നല്ല രീതിയിൽ മേലോട്ട് പോകാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് വാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഇനി തുടർന്ന് നമ്മൾ വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. കാരണം കഴിഞ്ഞ ആഴ്ച ഹെൽത്ത് കുറച്ച് പ്രശ്നമായതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്